കൊച്ചിയെ അറിയാം എന്ന നഗരപരിചയ തുടർ പരമ്പരയുടെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എറണാകുളം നഗരത്തിലേക്ക് ആരംഭിച്ച യാത്രയിൽ നാം നാമമാത്രമായ പ്രസക്തി മാത്രം നൽകി കടന്നുപോയ ഒരു സുപ്രധാന ചരിത്ര നിർമ്മിതിയാണ് ഇന്നത്തെ ദേശീയപാത 544 പെരിയാറിന് കുറുകെ ആലുവ മംഗലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന മംഗലപ്പുഴ ആർച്ച് ബ്രിഡ്ജ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിന്റേജ് വാഹനപ്രേമികളുടെ ഇടയിൽ താരമായ അംബാസിഡർ മാർക്ക് 1 മോറിസ് ഓക്സ്ഫോർഡും ഒക്കെ നിരത്തുകൾ വാണിരുന്ന കാലത്ത് റോഡുകളും അതിലെ അനുബന്ധ നിർമ്മിതികളുമെല്ലാം ദീർഘകാലത്തേക്കുള്ളതാവണം എന്ന ദീർഘവീക്ഷണത്തോടെ നിർമ്മിച്ച മംഗലപ്പുഴ ആർച്ച് ബ്രിഡ്ജ്. അന്നത്തെ ഭരണാധികാരികളുടെയും എഞ്ചിനീയർമാരുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തകരുടെ ആത്മാർപ്പണത്തിൻ്റെയും പ്രതീകമായി ഈ പാലം ഇന്നും ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് ഇന്നത്തെ വേഗതാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ആലുവ നഗരത്തെയും ദേശം കരയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ദേശീയപാത 544 ഭാഗമായി നിലകൊള്ളുന്നു. ആയിരത്തി 1960 മുതൽ 2004 വരെയുള്ള 44 വർഷ കാലയളവിൽ കൊച്ചി ആലുവ ഭാഗങ്ങളിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കും തിരികെയുമുള്ള ചെറുതും വലുതുമായ എല്ലാ യാത്രാ വാഹനങ്ങളെയും ചരക്ക് നീക്ക വാഹനങ്ങളെയും തൻ്റെ പെരുമാറിലൂടെ യാത്രയാക്കി 64 വർഷങ്ങളിലെ സ്തുത്യർഹ സേവനം പൂർത്തിയാക്കി ഇന്നും ചുറുചുറുക്കോടെ മംഗലപ്പുഴയിൽ നിലകൊള്ളുന്നു മംഗലപ്പുഴ ആർച്ച് ബ്രിഡ്ജ്. ആയിരത്തി 1960 സെപ്റ്റംബർ 25 അന്നത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന ഡോക്ടർ പി സുബ്ബറോയൻ അന്നത്തെ ദേശീയപാത 47 ഭാഗമായി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ അതേ മംഗലപ്പുഴ ആർച്ച് ബ്രിഡ്ജ്. ആലുവ നഗരത്തെയും ദേശം പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മംഗലപ്പുഴ പാലം. ഇന്ന് മംഗലപ്പുഴ പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നമുക്ക് കാണാൻ കഴിയും. ആലുവ ഭാഗത്ത് നിന്ന് അങ്കമാലി തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഈ പുതിയ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി 2004 ദേശീയപാത അതോറിറ്റിയാണ് ഈ പുതിയ പാലം പഴയ ആർച്ച് ബ്രിഡ്ജിന് സമാന്തരമായി നിർമ്മിച്ചത്. ദീർഘവീക്ഷണത്തോടുകൂടി നിർമ്മിച്ച ഒരു ചരിത്ര നിർമ്മിതിയോട് ചേർന്ന് മറ്റൊരു സമാന്തര നിർമ്മിതി പണിതുയർത്തിയപ്പോൾ നിലവിലുള്ള നിർമ്മിതിയുടെ സൗന്ദര്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ നിർമ്മിതി പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ മംഗലപ്പുഴ പാലം സമുച്ചയത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാകുമായിരുന്നു. നിർഭാഗ്യവശാൽ ചരിത്ര നിർമ്മിതിയുടെ സൗന്ദര്യത്തെ പരിഗണിക്കാതെ അതിനേക്കാൾ അല്പം കൂടി ഉയർത്തി നിർമ്മിച്ച ബലവത്തായ ഒരു കോൺക്രീറ്റ് നിർമ്മിതി മാത്രമായി പോയി പുതിയ പാലം. ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നാണല്ലോ. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ മംഗലപ്പുഴ പാലത്തിലെ തിരക്ക് കുറയ്ക്കാനും പറവൂർ കവല മുതൽ ആരംഭിക്കുന്ന ട്രാഫിക് ബ്ലോക്കിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നത് മാത്രമായിരുന്നിരിക്കണം അധികാരികളുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അത്തരം ചിന്തകൾക്ക് മുൻപിൽ എന്ത് ചരിത്രം, എന്ത് സൗന്ദര്യം! ഒരു പാലം വേണം, എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കുകയും വേണം. അങ്ങനെ അതങ്ങ് നിർമ്മിച്ചു. അങ്ങനെ നിർമ്മിച്ച ആ പാലത്തിലൂടെയാണ് ആലുവ ഭാഗത്ത് നിന്ന് അങ്കമാലി, ചാലക്കുടി, തൃശൂർ ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1956 ഫെബ്രുവരി മാസം 5 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ ശ്രീ രാജേന്ദ്ര പ്രസാദ് മംഗലപ്പുഴ പാലത്തിൻ്റെ അടിസ്ഥാന ശിലാസ്ഥാപനം നിർവഹിച്ചത്. ശ്രീമാൻ TS ചാത്തുണ്ണി ചീഫ് എഞ്ചിനീയറായും ശ്രീമാൻ JV കല്ലൂക്കാരൻ, ശ്രീമാൻ TS നാരായണസ്വാമി എന്നിവർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാരായും ശ്രീമാൻ PV ജോസഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായും ശ്രീമാൻ നൈനാൻ കുര്യൻ, PV ആന്റണി എന്നിവർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായും ശ്രീമാൻ പോൾ മത്തായി സീനിയർ എഞ്ചിനീയറായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഈ സംഘം PV ജോർജ് ആൻഡ് PP ഉറുമീസ് കോൺട്രാക്ടേഴ്സിനോടൊപ്പം ചേർന്ന് 1960 ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ സെപ്റ്റംബർ 25
അന്നത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്ന ഡോക്ടർ പി സുബ്രഹ്മണ്യൻ ദേശീയപാത 47-ന്റെ ഭാഗമായി ഈ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 1960-ൽ ഈ പാലത്തിന്റെ നിർമ്മാണ സമയത്തും കേരളത്തിലെ മറ്റേതൊരു നഗരത്തെക്കാളും പ്രാധാന്യം അറബിക്കടലിന്റെ റാണി ശ്രീമതി കൊച്ചി കൈവശം വെച്ചിരുന്നതിനാൽ മംഗലപ്പുഴ പാലത്തിന്റെ മുഖ്യ പ്രവേശന കവാടമായി പരിഗണിച്ചിരുന്നത് മംഗലപ്പുഴ കരയിൽ നിന്നുള്ള ഭാഗത്തെ തന്നെയാണ്. അക്കാരണം കൊണ്ട് തന്നെ എറണാകുളം ഭാഗത്തു നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് കാണാവുന്ന വിധത്തിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി പാലത്തിന്റെ അടിസ്ഥാന ശിലാസ്ഥാപനം നടത്തിയത്, നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ ഉപയോഗം ഇപ്പോൾ നേരെ എതിർദിശയിൽ മാത്രമായതിനാൽ പാലത്തോട് ചേർത്ത് വെച്ച ഈ ശിലാഫലകങ്ങൾ ഇന്ന് യാത്രികർക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് എന്ന് മാത്രം. മാത്രമല്ല, പാലത്തിന്റെ പരിസര പ്രദേശങ്ങളുടെ പരിപാലനക്കുറവിനെ വിളിച്ചോതിക്കൊണ്ട് ഈ ശിലാഫലകങ്ങൾക്ക് ചുറ്റും വളർന്നു നിൽക്കുന്ന കാട്ടുചെടികളും വള്ളിപ്പടർപ്പുകളും നിത്യജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വഗൃഹത്തിൽ നിന്നും യാതൊരു അറിവും ലഭിക്കാത്ത സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറപറ്റി വലിച്ചെറിയുന്ന മാലിന്യ ചാക്കുകെട്ടുകളും ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. ആലുവ പൊന്തിഫിക്കൽ സെമിനാരി ഈ പാലത്തിന് സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇവിടെ നിന്നുമുള്ള ദൂരം ഏകദേശം 9 കിലോമീറ്റർ മാത്രമാണ്. മംഗലപ്പുഴ പാലത്തിന് സമീപത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ കൂടി എറണാകുളം ദിശയിൽ യാത്ര ചെയ്താൽ നാം ചരിത്രപ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലത്തിൽ എത്തിച്ചേരും. ഇനിയും ഓരോ വർഷം മുൻപോട്ട് പോകുന്തോറും ഈ പാലത്തിന്റെ പ്രായം കൂടി വരും. നമ്മുടെ ചരിത്രത്തിൽ ഈ നിർമ്മിതിയുടെ പ്രാധാന്യവും. പരിപാലിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും നാം ചെയ്തില്ലെങ്കിലും ഇത്തരം നിർമ്മിതികൾ നശിപ്പിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടിന്റെ സൗന്ദര്യം ഇനിയും ഏറെ നാൾ നിലനിൽക്കും. നമ്മുടെ രാഷ്ട്രം വികസനത്തിന്റെ പാതയിലാണ്. പുതിയ റോഡുകളും പാലങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നാഷണൽ ഹൈവേകളും സാംസ്കാരിക നിലയങ്ങളുമൊക്കെ നമുക്ക് ചുറ്റും നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പഴയതിനെയും പുതിയതിനെയും ഒരുപോലെ സൂക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രം കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ, അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാത്തു സൂക്ഷിക്കാം നമ്മുടെ നാടിനെ. ഏവരും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ